ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിതും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു അരക്കൈ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരും, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അധികം മഷി പോലെ ഒന്നും ചതയേണ്ട ആവശ്യമില്ല. അത് താണ്ട് ഒരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളകാണ്, ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതിലോട്ട് മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടിയാണ് വേണ്ടത്. അത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല എല്ലാം തന്നെ നന്നായി മിക്സായി വരണം. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. വേറെ